എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 30 ശ്ലോകം 26, 27, 28, 29, 30 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ഗോപസ്ത്രീകള് ഭഗവാന്റെ വിരഹത്തില് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാതെ അവര് ഭ്രാന്ത് പിടിച്ച മാതിരിയാണ് നടക്കണത്. ഭഗവാനെ അല്ലാതെ വേറെ ഒന്നും അവര് കാണില്ല. പിന്നെയും പിന്നെയും അന്വേഷിച്ച് ഭഗവാന്റെ കാലടികൾ കണ്ടു. വജ്രാങ്കുശധ്വജ സരോരുഹങ്ങളുള്ള ആ കാലടികള് നോക്കി നോക്കി അവരിങ്ങനെ പോവാണ് ഭഗവാനെ അന്വേഷിച്ച്. കോവളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. തൈസ്തൈ പദൈ തൽപദവീം അന്വിച്ഛന്ത്യോഗ്രതോ ബലാ വത്വാ പദൈ സുപൃക്താനി വിലോക്യാർത്താ സമബ്രുവൻ. അങ്ങനെ അവര് ഓരോ രേഖകള് സൂക്ഷിച്ചു നോക്കി ആ ഭഗവാൻ സഞ്ചരിച്ച വഴികൾ കണ്ടുപിടിക്കാനായിട്ട് വളരെ മനസ്സിരുത്തിയിട്ടാ പോക്ക്. അങ്ങനെ അസഹ്യമായ വിരഹം അനുഭവിച്ചുകൊണ്ടാണ്. അങ്ങനെ അവര് വളരെ ക്ഷീണിച്ച് അവശരായി. അങ്ങനെ പിന്നെയും പിന്നെയും കാലടികളിൽ മാത്രം നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവാ. പെട്ടെന്നാണ് എല്ലാവരും അവിടെ സ്തംഭിച്ചു നിന്നു. നോക്കുമ്പോ എന്താ, ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീയുടെ കാലടികൾ കൂടി കാണാനുണ്ട് ഭഗവാന്റെ കാലടികളുടെ ഇടയ്ക്ക്. വല്ലാത്ത ദുഃഖമായി അവർക്ക്. അതേവരെ ഒരു പ്രതീക്ഷകളോട് കൂടിയിട്ട് അവര് നടന്നിരുന്നു. എന്നിട്ട് അവര് പറയാണ്, കസ്യാപദാനി ജയിതാനി യാതായ നന്ദസൂനുന അംസന്യസ്ത പ്രകോഷ്ഠായ കരേണു കരിനായത. അവര് അന്യോന്യം പറഞ്ഞത് ഇത് മുതൽക്ക് 8 ശ്ലോകങ്ങൾ കൊണ്ട് വിവരിക്കുകയാണ്. കൊമ്പനാനയോട് ഒരുമിച്ച് സഞ്ചരിക്കുന്ന പിടിയാന എന്ന പോലെ നന്ദകുമാരനോട് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഏതൊരു സ്ത്രീയുടെ കാലടികളാണ് ഇത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? അവളുടെ കൈകളെ നന്ദകുമാരന്റെ തോളിൽ വെച്ചുകൊണ്ടാണ് അവള് സഞ്ചരിക്കണത്. അത് ആ കാലടികളുടെ ചേർച്ചകൾ കാണുമ്പോൾ മനസ്സിലാവും. നോക്കിക്കോളൂ, കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പറയണം പരസ്പരം. വല്ലാത്ത ദുഃഖമായി അവർക്ക്. എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ടേ ആ ഗോപസ്ത്രീകൾക്ക്. അനയാ ആരാധിതോ നൂനം ഭഗവാൻ ഹരിരീശ്വര എന്നോ വികായ ഗോവിന്ദ പ്രീതോ യാമനയൽ രഹ. ഭക്തന്മാരുടെ പാപങ്ങൾ മുഴുവനും നശിപ്പിച്ച് സകല മനോരഥങ്ങളെയും സാധിപ്പിക്കാൻ സമർത്ഥനായിരിക്കുന്ന ഭഗവാനെ ആരാധിച്ചവൾ ഇവള് തന്നെയാണ് ഭഗവാനെ കൂടുതൽ ആരാധിച്ചിട്ടുള്ളത്. നമ്മൾ ആരാധിച്ചിട്ടില്ല എന്നത് അത് തീർച്ചയാണ്. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ച് ഇവളിൽ കൂടുതൽ പ്രീതിയോടെ നമ്മൾക്ക് ആർക്കും പ്രവേശിക്കാൻ കൂടി സാധിക്കാത്ത ഏകാന്ത സ്ഥലത്തില് അവളെ മാത്രം ഒരുമിച്ച് കൊണ്ടുപോയിരിക്കുന്നുവല്ലോ. അതാണ് ആ ഭഗവാനെ ആരാധിച്ചവൾ എന്ന ആ സാരം കൊണ്ട്, അത് വാക്ക് പ്രയോഗിച്ചതുകൊണ്ട് രാധ തന്നെയാണ്, രാധാദേവിയാണ് അവര് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭഗവാനോട് ഒരുമിച്ച് പോയത് രാധ തന്നെയാണെന്ന് ഗോപികളും ശ്രീശുകാചാര്യരും കൂടി പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അനയ ആരാധിത. അപ്പൊ ഭഗവാന്റെ കൂടെ കാണപ്പെടുന്ന കാലടികള് രാധയുടെ തന്നെയാണെന്ന്. അതാണ് അതിന്റെ അർത്ഥം. രാധ എന്ന് സ്പഷ്ടമായിട്ട് പറയാഞ്ഞത് ഇവർക്ക് രാധയോടുള്ള അസൂയ. ശ്രീശുഖബ്രഹ്മർഷിക്കോ സ്പഷ്ടമായിട്ട് ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല. ഭാഗവതത്തിൽ ഒരിടത്തും രാധാനാമം പറഞ്ഞിട്ടില്ല. ഇതിലിപ്പോ ഇത്രയും ആരാധിത എന്നുള്ളൊരു വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു.
ആ ശ്രീ സുഖബ്രഹ്മർഷിക്ക് ആ രാധാദേവിയോടുള്ള ആ ബഹുമാനം, ആരാധന എന്തൊക്കെയാണെന്നറിയില്ല, എന്തായാലും അത് കൂടുതലൊരു ബഹുമാനം ഉണ്ട്. അതുകൊണ്ടാണ് രാധാനാമ ഉച്ചാരണത്തിന് പോലും താൻ അർഹനല്ല എന്നുള്ളൊരു ഭാവം അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് രാധ സ്പഷ്ടമായിട്ട് പറയാതിരുന്നത് എന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. ധന്യ അഹോ അമീ ആള്യോ ഗോവിന്ദാംഘ്രബ്ജരേണവ യാൻ ബ്രഹ്മേശ്വരമാദേവി ദധുർമൂർധ്ന്യാഘനുത്തയേ. ഉദാസീനകളായിട്ടുള്ള മറ്റു ചിലര് പറയണു, ഹേ സഖികളെ, ശ്രീ ഗോവിന്ദന്റെ പാദപത്മ സംസർഗം സിദ്ധിച്ച ഈ പരമാണുക്കള് നമ്മളെക്കാളും കൃതാർത്ഥങ്ങളാകുന്നു. ഈ വൃന്ദാവനത്തിലെ ഈ ധൂളികൾക്ക് നമ്മളെക്കാളും ഭാഗ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്ക് സിദ്ധിക്കാത്ത പാദസ്പർശം ഇവയ്ക്ക് സുഖമായിട്ട് സിദ്ധിച്ചിരിക്കണമല്ലോ. യാതൊരു പാദപത്മധൂളികൾ ബ്രഹ്മാവും പരമശിവനും ലക്ഷ്മീദേവിയും അവരുടെ പുരുഷാർത്ഥ പ്രതിബന്ധക പാപങ്ങളെ നശിപ്പിച്ച് പരമാനന്ദം പ്രാപിക്കാൻ വേണ്ടി ശിരസ്സുകൊണ്ട് ധരിക്കുന്നുവോ, പരിശുദ്ധങ്ങളായ ആ കാലടികൾ ഈ ഭൂരേണുക്കളിൽ പതിഞ്ഞതിനാൽ ഇവയും അതിധന്യങ്ങൾ തന്നെ. അതുകൊണ്ട് നമ്മള് ഈ പൊടികള് നമ്മുടെ ശിരസ്സിൽ അഭിഷേകം ചെയ്ത് വിയോഗ ദുഃഖം അനുഭവിക്കാനിടവരുത്തിയ പാപങ്ങളെ നശിപ്പിച്ചാൽ നമുക്കും ശ്രീകൃഷ്ണ പത്മ സംസർഗം സിദ്ധിക്കാനിടവരും. എന്നിട്ട് നമുക്ക് ഈ ധൂളികൾ എടുത്ത് നമ്മുടെ ശിരസ്സിൽ അർപ്പിക്കാം. നമ്മുടെ പാപമൊക്കെ തീരട്ടെ, നമുക്ക് കണ്ണനെ വേഗം കാണാൻ സാധിക്കട്ടെ. തസ്യാ അമൂനി നക്ഷോഭം കുർവന്തി ഉച്ചൈ പദാനി യത് യൈകാപഹൃത്യ ഗോപീനാം രഹോ ഭുങ്ക്തേ അച്യുതാധരം. അസൂയ അങ്ങോട്ട് മൂത്തിട്ട് ആ സപത്നി വൈരം അധികമുള്ള ഒരു ഗോപസ്ത്രീ പറയണു, ഹേ സഖി, ഈ ധൂളികളിൽ ഇവളുടെയും കൂടി കാലടികൾ കാണണ്ടല്ലോ. അത് കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് വേഗം ഭഗവാന്റെ കാലടി മാത്രമായിരുന്നെങ്കിൽ അതെടുത്ത് ശിരസിലണിയായിരുന്നു. ആ അവളുടെയും കൂടി പാദത്തിന്റെ ധൂളി നമ്മുടെ ശിരസിലണിയണോ? അത് വേണ്ട. ശ്രീകൃഷ്ണ പാദപത്മധൂളി ശിരസിൽ ധരിക്കണത് നമുക്ക് സന്തോഷ. എന്നാൽ നമുക്ക് എല്ലാവർക്കും അതിപ്രീതികരവും നമ്മളുടെ സർവസ്വമായി ഭവിച്ചതുമായ ഭഗവാന്റെ അധരാമൃതം അപഹരിച്ചും കൊണ്ട് ഏകയായിട്ട് യാതൊരുത്തി ഏകാന്തത്തിൽ അനുഭവിച്ചു സുഖിക്കുന്നുവോ അവളുടെ ഈ കാലടിപ്പൊടി നമ്മൾ എങ്ങനെയാ കൈകൊണ്ടെടുക്കണത്? എന്നിട്ട് അത് ശിരസിൽ ധരിക്കണോ? എനിക്ക് സാധിക്കില്ല എന്ന് പറയണം. ഇത് പരമ ദുഃഖപ്രദല്ലേ അവളുടെയും കൂടി എടുത്ത് ധരിക്കണത്. അങ്ങനെ ആ ഗോപസ്ത്രീകള് വിലപിച്ചുകൊണ്ടിരിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.